ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ബേസിക് സ്ട്രക്ചറിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് നമ്മൾ ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഹൈ വോൾട്ടേജിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സബ് ട്രാൻസ്മിഷൻ ലെവലിലേക്കും അതുപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്കും ഒക്കെ എടുത്തിട്ട് എൻഡ് കൺസ്യൂമേഴ്സിന് നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നെ വരുന്നത് എന്തായിരിക്കും? ജനറേറ്റേഴ്സ് ആണ്. ജനറേറ്റേഴ്സിൽ ഏതൊക്കെ വരാം? ഹൈഡ്രോ അല്ലെങ്കിൽ ന്യൂക്ലിയർ, തെർമൽ പവർ പ്ലാന്റ്, അങ്ങനത്തെ പവർ പ്ലാന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ റേഞ്ച് ഏകദേശം 11 kV ടു 25 kVയുടെ ഇടയിലാണ് വരിക. ഇതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണേന്ന് വെച്ചാൽ, സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുതലാവുമ്പോൾ കറണ്ട് കുറവായിരിക്കും. എന്ന് വെച്ചാൽ I²R ലോസസ് എന്ത് ചെയ്യും? കുറയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജനറേറ്റഡ് വോൾട്ടേജിൽ നിന്ന് ട്രാൻസ്മിഷൻ ലെവലിലേക്ക് അതിന്റെ റേഞ്ച് വരുന്നത്, അതിന്റെ വാല്യൂസ് വരുന്നത് നോക്കി വെക്കുക. 132 kV, 220 kV, 400 kV ഒക്കെയാണ് ട്രാൻസ്മിഷൻ ലെവൽ എന്ന് പറയുമ്പോൾ. അത്രയും ഹൈ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്മിഷൻ ചെയ്യാണ്. പിന്നെ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് ലാർജ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി സബ് ട്രാൻസ്മിഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ ഉണ്ട്. അതായത് ട്രാൻസ്മിഷൻ ലെവലിനേക്കാളും കുറച്ച് വോൾട്ടേജ് കുറഞ്ഞിട്ടുള്ള ഒരു ലെവല്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ അല്ലെ, ട്രാൻസ്മിഷൻ ലെവലിൽ നിന്ന് സബ് ട്രാൻസ്മിഷൻ ലെവലിലേക്ക് നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ലാർജ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി സബ് ട്രാൻസ്മിഷൻ ലെവലിനേക്കാളും വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള വോൾട്ടേജിലുള്ള ലെവലാണ് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും വേണ്ടോ. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം കസ്റ്റമേഴ്സ്, മോൾസ്, ഹോസ്പിറ്റൽസ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ 33 അല്ലെങ്കിൽ 11 kVയിലേക്ക് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം കൊടുക്കുകയാണ്. 66 kVനെ 11 kVയിലേക്കോ 33 kVയിലേക്കോ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം മീഡിയം കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ കസ്റ്റമേഴ്സ് ലൈക്ക് അവർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഒക്കെ വരുന്നത് ഈ സ്മോൾ കസ്റ്റമേഴ്സിലാണ്. അപ്പോൾ 400 അല്ലെങ്കിൽ 230 വോൾട്ടിലേക്ക് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ പെടുന്നത്, ഡൊമസ്റ്റിക് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പവർ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻസിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ലെങ്ത് വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ പറയുന്നത്. ലെസ് ദാൻ 80 കിലോമീറ്റർ ആണ് വരുന്നതെങ്കിൽ അതിനെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് പറയാ. സ്റ്റാൻഡേർഡ് വാല്യൂ 50 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ 50 കണ്ടു കഴിഞ്ഞാലും ഓപ്ഷനിൽ 50 ആണ് ഉള്ളത്, 80 ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതിന്റെ വോൾട്ടേജ് ലെവൽ കൊടുത്തിട്ടുണ്ട്, ലെസ് ദാൻ 20 kV ആണ് വരുന്നത്. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ നമ്മൾ ഏത് രണ്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കപ്പാസിറ്റൻസ് ആൻഡ് കണ്ടക്ടൻസ് ആർ നെഗ്ലെക്റ്റഡ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് മീഡിയം ലൈൻ ആണ്. മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ 80 to 250 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അതിന്റെ വോൾട്ടേജ് വരുന്നത് 20 to 100 kVയുടെ അടുത്താണ്. പിന്നെ അതിന്റെ കേസിൽ നമ്മൾ ആർ, എൽ ആൻഡ് സിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിന് 2 ടൈപ്പ് മോഡൽസ് ഉണ്ട്. നമുക്ക് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ 2 മോഡൽസ് ആണ്, പൈ മോഡലും ടി മോഡലും ഫർദർ ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെ വരുന്നത് ലോങ് ലൈൻ ആണ്. 250 കിലോമീറ്ററിനേക്കാളും ഹയർ ആണ് ലെങ്ത് എങ്കിൽ നമ്മൾ അതിനെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ലെങ്ത് ഓർത്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 100 kV ആണ് വരിക.
ഇതിൽ നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും കൺസിഡർ ചെയ്യുകയും ചെയ്യും. എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സും ആയിരിക്കും. ആ ലെങ്ത്തിൽ അലോങ് ദ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് R റെസിസ്റ്റൻസ്, L ഇൻഡക്റ്റൻസ്, C കപ്പാസിറ്റൻസ് ആൻഡ് G കണ്ടക്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? അടുത്തത് ലൈൻ പാരാമീറ്റേഴ്സ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോഴേ നമ്മൾ ചെറുതായി മെൻഷൻ ചെയ്തു ഓൾറെഡി നമ്മുടെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഇൻഡക്റ്റൻസ് വരുന്നുണ്ട്, കപ്പാസിറ്റൻസ് വരുന്നുണ്ട്, കണ്ടക്റ്റൻസ് വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിൽ ഫസ്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമുക്കറിയാം ഒപ്പോസിഷൻ ടു ദ ഇലക്ട്രോൺ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെസിസ്റ്റൻസ് വരുന്നത്. ഇത് കാരണം I²R പവർ ലോസ്, ഹീറ്റ് ആയിട്ട് പവർ ലോസ് ഉണ്ടാവും. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം R=ρL/A എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇവിടെ കൂടും. കാരണം കണ്ടക്ടർ ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് വരിക. ഓക്കെ, ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസിന്റെ കേസിൽ നമുക്ക് സിംഗിൾ ഫേസ് 2 വയർ ലൈൻ, അതുപോലെ 3 ഫേസിന്റെ തന്നെ സിമെട്രിക്കൽ സ്പേസിങ് ആൻഡ് അസിമെട്രിക്കൽ സ്പേസിങ്, ഈ 3 കേസിലുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ ഒന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ലാസ്റ്റ് വരുന്ന ആ ഒരു ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാനുള്ളത്. ഡയറക്റ്റ് ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ രീതിയിലോ അല്ലെങ്കിൽ ഫോർമുല ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ഫേസ് ആണ്. 2 വയർ ലൈൻ ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവും? 2 വയർ ലൈൻ ആകുമ്പോൾ 2 കണ്ടക്ടേഴ്സ് എയും ബിയും കാണിച്ചിരിക്കുന്നു. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണെന്ന് എടുക്കുക. രണ്ടിന്റെയും റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്. ഇവിടെയും സ്മോൾ r ആണ്, ഇവിടെയും സ്മോൾ r ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പെർ കണ്ടക്ടർ ഇൻഡക്റ്റൻസ് വിൽ ബി ഈക്വൽ ടു L = μ0 ഡിവൈഡഡ് ബൈ 2π × ln d/r'. അപ്പൊ സിംഗിൾ ഫേസ് 2 വയർ ലൈനിന്റെ കേസിൽ വരുന്ന ഇക്വേഷനിൽ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് നോക്കാം. L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് പറയുന്നത്. അതുപോലെ D എന്നുള്ളത് നമ്മൾ ഓൾറെഡി പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. 2 കണ്ടക്ടേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. പിന്നെ μ0 നമുക്കറിയാം പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 4π × 10⁻⁷ Henry/m ആണ്. പിന്നെ വരുന്നത് R' ആണ്. R' is equal to geometric mean radius എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ജോമെട്രിക് മീൻ റേഡിയസ് നമ്മൾ R എന്ന് കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് e⁻⁻1/4 × R ചെയ്യുന്നതാണ് ജിയോമെട്രിക് മീൻ റേഡിയസ് എന്ന് പറയുന്നത്. e⁻⁻1/4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7788 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് R' is equal to എന്താണെന്ന് പറയാം? 0.7788 R ആണെന്ന് പറയാം അല്ലെ? അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ 3 ഫേസ് ലൈൻസിന്റെ കേസിലാണ് നോക്കാൻ പോകുന്നത്. സെയിം തന്നെ ഇൻഡക്റ്റൻസ് തന്നെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് കണ്ടക്ടേഴ്സ് സിമെട്രിക്കലി ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് സിമെട്രിക്കൽ വരുന്ന സമയത്ത്, സിമെട്രിക്കൽ സ്പേസിങ് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ A to B വരുന്ന ഡിസ്റ്റൻസ് D ആണ്, B to C വരുന്ന ഡിസ്റ്റൻസും D ആണ്, തിരിച്ച് C to A വരുന്ന ഡിസ്റ്റൻസും D ആണ്. ഈക്വലി ആണ് സ്പേസ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ Lന്റെ ഇക്വേഷൻ വരിക എന്താണ്? നേരത്തെ ഇക്വേഷൻ തന്നെ μ0 ഡിവൈഡ് ബൈ 2π ln d/r' വരും. ടേംസ് ഒക്കെ സെയിം തന്നെ. ഇവിടെ നമ്മുടെ D ഇക്വലന്റ് എന്ന് പറയുന്ന ടേം എടുക്കുന്നുണ്ട് ആക്ച്വലി. അതായത് ഈ 3 ഡിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് D × D റേസ് ടു 1/3 എന്നാണ് വരിക. which is equal to d³/3 വരും. ഇത് രണ്ടും ക്യാൻസൽ ആവും, D തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേറെ ഒന്നും കാണിക്കാത്തത്. ഈ ടേമിനെ D ഇക്വലന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ടേം ആയിരുന്നു ജോമെട്രിക്കൽ മീൻ റേഡിയസ് ആയിരുന്നു. ഇത് ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ കേസിൽ D ഇക്വലന്റ് എടുക്കുമ്പോൾ അത് എന്തിനാണ് വരുന്നത്? ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് D തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ,
നമ്മൾ രണ്ടാമത്തെ അലൈൻമെന്റ് നോക്കുകയാണെങ്കിൽ അസിമെട്രിക്കലി ആണ് സ്പേസ് ചെയ്തിട്ടുള്ളത്. ഡി എ ബി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ്, ഡി ബി സി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ്, ഡി സി എ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ്, അങ്ങനെ 3 ഡിസ്റ്റൻസുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ പോലെ ഡി മൾട്ടിപ്ലൈഡ് ബൈ ഡി മൾട്ടിപ്ലൈഡ് ബൈ ഡി റേസ് ടു 1/3 എന്നുള്ള ഫോമിലല്ല, പകരം ഡി ഈക്വലന്റ് അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡി എ ബിയും ഡി ബി സിയും ഡി സി എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റേസ് ടു 1/3 ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡി ഈക്വലന്റ് ജോമെട്രിക് മീൻ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വരും. ആ ഡി ഈക്വലന്റിന്റെ വാല്യൂ എല്ലിന്റെ ഇക്വേഷനിൽ എൽ ഇസ് ഈക്വൽ ടു μ0/2π ln ഡി ഇക്വലന്റ്. ഇവിടുത്തെ കേസിൽ ഡി ഇക്വലന്റിന്റെ വാല്യൂ ആണ് ഇത് തന്നിട്ടുള്ളത്, തെറ്റരുത്. അസിമെട്രിക്കൽ സ്പേസിംഗ് ആവുമ്പോൾ ഓരോ സ്പേസിങ്ങും എടുക്കണം, നമ്മൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റേസ് ടു 1/3 ആണ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ആർ ഡാഷിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. ഇതുപോലെ തന്നെ സിംഗിൾ ഫേസ് 2 വയർ ലൈനിന്റെ കേസിലും അതുപോലെ 3 ഫേസിന്റെ സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ സ്പേസിംഗിന്റെ കേസിലും നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സിംഗിൾ ഫേസ് 2 വയർ ലൈൻ ആണെങ്കിൽ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് C is equal to 2πε0 divided by ln d/r ആണ്. ഓക്കെ, where epsilon0 is equal to 8.854 into 10 raised to minus 12 farad per meter. ഓക്കെ അല്ലേ? സിമെട്രിക്കൽ സ്പേസിംഗിന്റെ കേസിൽ എന്തായിരിക്കും? നമ്മള് നേരത്തെ പോലെ ഡി ഇക്വലന്റ് എടുക്കുന്നുണ്ടാവും. ഡി ഇക്വലന്റ് വിൽ ബി ഈക്വൽ ടു ഡി റേസ് ടു 3 റേസ് ടു 1/3 വരുന്നതുകൊണ്ട് ഡി തന്നെയാണ് വരിക. അതുകൊണ്ട് ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. സിമെട്രിക്കൽ സ്പേസിംഗ് ആവുമ്പോൾ 3 ഫേസ് ലൈൻസിലെ സിമെട്രിക്കൽ സ്പേസിംഗ് ആവുമ്പോൾ C is equal to 2πε0 divided by ln d/r തന്നെയാണ് വരിക. ഇനി അസിമെട്രിക്കൽ സ്പേസിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡി ഇക്വലന്റ് എടുക്കുമ്പോൾ ആ 3 ഡിസ്റ്റൻസുകളും കൺസിഡർ ചെയ്യണം. അപ്പൊ ഡി എ ബി ഇൻറ്റു ഡി ബി സി ഇൻറ്റു ഡി സി എ റേസ് ടു 1/3 ആണ് ഡി ഇക്വലന്റ് എന്ന് പറയുന്നത് വരിക. ആ ഡി ഇക്വലന്റിന്റെ വാല്യൂ ആയിരിക്കണം സിയുടെ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ C is equal to 2πε0 divided by ln d equivalent divided by r വരും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന് 2 മോഡൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പൈ മോഡൽ ആൻഡ് ടി മോഡൽ. അപ്പൊ ജസ്റ്റ് പൈ മോഡലും ടി മോഡലും എന്താണെന്നും അതിന്റെ ABCD പാരാമീറ്റേഴ്സ് എന്താണെന്നും പഠിച്ചു വെക്കണം. പൈ മോഡലിൽ നമ്മൾ എടുക്കുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ചേർന്ന് വരുന്ന ഇംപിഡൻസ് എന്ന് പറയുന്നത് ലംബ്ഡ് ആണെന്നാണ്. അതായത് കോൺസെൻട്രേറ്റഡ് അറ്റ് സെന്റർ. അതേസമയം അഡ്മിറ്റൻസ് 2 എൻഡിലും ഡിവൈഡഡ് ബൈ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പൈ മോഡൽ അല്ലേ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇതിനെ പൈ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ കേസിലുള്ള ABCD പാരാമീറ്റേഴ്സിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം A is equal to D ആണ്. അത് ശ്രദ്ധിക്കുക. ഇത് രണ്ടും വ്യത്യാസമുണ്ട്, ബി ആൻഡ് സി വ്യത്യാസമുണ്ട്. ABCD പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് VS ISഉം VR IRഉം തമ്മിലുള്ള റിലേഷൻ എടുക്കുമ്പോൾ വരുന്ന മെട്രിക്സ് ആണ് കേട്ടോ, ABCD പാരാമീറ്റേഴ്സിൽ വരുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേഷനോ കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല. ഇനി ടി മോഡൽ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നത് അഡ്മിറ്റൻസ് സെന്ററിൽ ലംബ് ചെയ്തിരിക്കുകയാണ്, സെന്ററിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് Y എന്ന് പറയുന്നത്. ഇംപിഡൻസ് ആണ് ഇവിടെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, Z/2 ആൻഡ് Z/2 ആയിട്ട്. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് കറണ്ട് ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജ്, ഇവിടെ റിസീവിങ് എൻഡ് വോൾട്ടേജ് റിസീവിങ് എൻഡ് കറണ്ടും ഉണ്ടായിരിക്കും. ഇവിടുത്തെ കേസിൽ AB പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും A is equal to D ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്, കാരണം ഇവിടെ ഒരു Z ഉം ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് Y ആണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ Y into 1 plus YZ/4 ഉം ഇവിടെ Z into 1 plus YZ/4 ആണ് വരുന്നത്. അപ്പൊ ഈ ABCD പാരാമീറ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. 765 kV ആണ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 765 kV ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് അപ് ടു ഏതുവരെയുള്ളതാണ്? 50 കിലോമീറ്റർ. ഇവിടെ 50 അല്ല 80 കിലോമീറ്റർ ഉണ്ടായിരുന്നേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ആയിരിക്കും ആൻസർ. ഇവിടെ 50 കിലോമീറ്റർ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മൂന്നെണ്ണത്തിന്റെ കേസിൽ ഒന്നും കൂടി പറയാം. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അപ് ടു 80 കിലോമീറ്റേഴ്സ് ഓർ എന്ത് പറയാം 50 കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ്. അടുത്തത് മീഡിയം ആണെങ്കിൽ ഫ്രം 50 to 150 കിലോമീറ്റർ ആണ് വരുന്നത്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ എന്ത് വരും? എബവ് 150 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആയതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ എ 50 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഡക്റ്റൻസ് പെർ ലൂപ്പ് മീറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ ലേഔട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ ബിലോ. ഹൊറിസോണ്ടൽ ലേഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? സിംഗിൾ ഫേസ് 2 വയർ ലൈനിന്റെ അല്ലേ ഇത്? അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഇക്വേഷൻ എന്താണ്? L is equal to 2 into 10 raised to minus 7 ln d by r dash. കറക്റ്റ് അല്ലേ? ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സിന്റെയും റേഡിയസിന് ഡിഫറൻസ് ഉണ്ട്. R1ഉം ഒരെണ്ണം R2 ആണ്. അപ്പൊ R ഡാഷ് എന്ന് പറയുന്നത് 0.7788 R1 into 0.7788 R2 ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ ആർ ഡാഷിന്റെ വാല്യൂ നമുക്ക് കിട്ടുക റൂട്ട് 0.6065 R1 R2 എന്നുള്ളതാണ്. ഓക്കെ, ജോമെട്രിക്കൽ മീൻ റേഡിയസ് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. രണ്ട് കണ്ടക്ടേഴ്സിന്റെ കേസിലും റേഡിയസ് ഡിഫറെന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർ ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 into 10 raised to minus 7 എന്നുള്ളത് വന്നു. ln d ഡിവൈഡഡ് ബൈ ആർ ഡാഷിന്റെ സ്ഥാനത്ത് ഈ ഒരു വാല്യൂ 0.6065 R1 R2 റൂട്ടിൻ അണ്ടർ റൂട്ട് വരുന്നതാണ് ആൻസർ വരിക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി 2 into 10 raised to minus 7 ln d divided by root of 0.6065 R1 R2 Henry per meter. Okay അല്ലേ? Next question. Transmission line with line impedance Z has all its line charging admittance Y placed at receiving end. Okay. Ratio of sending end voltage to receiving end voltage VS by VR ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ലോഡ് കറണ്ട് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ലോഡ് കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. ശരിയല്ലേ? നമ്മൾ കൊടുക്കുന്ന I എന്ന് പറയുന്ന കറണ്ട് വിൽ ബി ഈക്വൽ ടു അഡ്മിറ്റൻസ് Y ഇൻറ്റു വി ആർ എന്ന് എഴുതി കൂടെ. കാരണം ലൈൻ ചാർജിങ് അഡ്മിറ്റൻസ് Y പ്ലേസ്ഡ് അറ്റ് റിസീവിംഗ് എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഈക്വൽ ടു IZ എന്ന് സെഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ YVR എന്നായില്ലേ. അപ്പൊ I ഈക്വൽ ടു YVR എന്നുള്ള ഇക്വേഷൻ വന്നു. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? VS എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു റിസീവിംഗ് എൻഡ് വോൾട്ടേജ് പ്ലസ് ഡ്രോപ്പ് അക്രോസ് ഇംപിഡൻസ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ VR പ്ലസ് ഐക്ക് പകരം YVR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ VR ഇൻറ്റു 1 പ്ലസ് YZ എന്ന് വരും. അതായത് VS ഡിവൈഡഡ് ബൈ VR ഇസ് ഈക്വൽ ടു 1 പ്ലസ് YZ. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? നോ ലോഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ലോഡ് കറണ്ട് 0 എടുത്തു. കറണ്ടിന് വരുന്ന ഇക്വേഷൻ എഴുതി I ഇസ് ഈക്വൽ ടു Y ഇൻറ്റു VR. VSന്റെ ഇക്വേഷൻ VR പ്ലസ് IZലേക്ക് നമ്മൾ ഐന്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സോൾവ് ചെയ്തെടുക്കുന്നു. VS ബൈ VR നമുക്ക് 1 പ്ലസ് YZ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഓഫ് 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ. 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ എന്താണ്?
2 into 10 raised to minus 7 ln d by r dash വരും അല്ലെ. ഡയറക്റ്റ് ഇക്വേഷൻ ചോദിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most appropriate way of mitigating problem of interference between power line and communication line is to. പവർ ലൈനും കമ്മ്യൂണിക്കേഷൻ ലൈനും തമ്മിലുള്ള ഇന്റർഫറൻസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ പവർ ലൈൻ ട്രാൻസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാൻസ്പോസിഷൻ ഓഫ് ദ പവർ ലൈൻ ആണ് അതിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ളത്. അതായത് റെഗുലർ ഇന്റർവെൽസിൽ പൊസിഷൻ ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാണ് ട്രാൻസ്പോസിഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ട്രാൻസ്പോസ് ദ പവർ ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a single phase two conductor line separated at a distance 1.5 meter apart with a radius of 2 centimeter each, which means r equal to 2 centimeter. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഇക്വേഷൻ L is equal to 2 into 10 raised to minus 7 ln d by r dash ആണ്. r dash is equal to എന്ത് വരും ഇവിടെ? 0.7788 r ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആറിന്റെ വാല്യൂ ആണ് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുള്ളത്. 2 into 10 raised to minus 2 meter. കറക്റ്റ് അല്ലേ? ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആർ ഡാഷിന്റെ വാല്യൂ 0.015576 മീറ്റർ എന്ന് വരും. ഇത് തിരിച്ച് ഈ ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടിയ വാല്യൂ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇവിടെ ഡിയുടെ സ്ഥാനത്ത് 1.5 മീറ്ററും ആർ ഡാഷിന്റെ അവിടെ നമ്മൾ മീറ്ററിലേക്ക് ആക്കിയിട്ടുള്ള ഇപ്പൊ കണ്ടുപിടിച്ച വാല്യൂ 0.0155 കൊടുത്തതിന് ശേഷം നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 0.9134 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ്. അത് ഓപ്ഷനിൽ ഇല്ല. കറക്റ്റ് ആൻസർ ആയിട്ട് വരിക 0.9134 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. 765 kV ആണെന്നുള്ളത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for a medium length transmission line the constant A is ABCD parameters പഠിക്കാൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിയപ്പോൾ രണ്ട് മോഡലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പൈ മോഡലും ഉണ്ട് മീഡിയം ട്രാൻസ്മിഷൻ ലൈന്, പിന്നെ ടി മോഡലും ഉണ്ട്. രണ്ടിലാണെങ്കിലും A is equal to D ആണ് വരുന്നത്. പാരാമീറ്റർ A is equal to D ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഫോർ മീഡിയം ലെങ്ത് ട്രാൻസ്മിഷൻ ലൈൻ കോൺസ്റ്റന്റ് A is equal to constant D. ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നെഗ്ലെക്റ്റഡ് വൈൽ അനലൈസിങ് എ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ വരുമ്പോൾ നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏത് രണ്ടുമാണ്? റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് മാത്രമാണ്. ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ്? നെഗ്ലെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ലോസ് ആണോ നെഗ്ലെക്ട് ചെയ്യുന്നതല്ല. സീരീസ് ഇമ്പിഡൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. R+jX എന്നുള്ള ഫോമിലുള്ള സീരീസ് ഇമ്പിഡൻസ് Z ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്ഷൻ അല്ല. പിന്നെ വരുന്നത് ഷണ്ട് അഡ്മിറ്റൻസ് ആണ്. ഷണ്ട് അഡ്മിറ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഓപ്ഷൻ എ ഷണ്ട് അഡ്മിറ്റൻസ് ആണ് നെഗ്ലെക്ട് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വോൾട്ടേജ് ലെവൽസ് ഇസ് യൂസ്ഡ് ഇൻ പ്രൈമറി ട്രാൻസ്മിഷൻ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് പവർ സിസ്റ്റം പറഞ്ഞത്. ഏറ്റവും ആദ്യം ജനറേറ്റിംഗ് ലെവലിലുള്ള 11 kV ടു 25 kV ലെവലിലുള്ള വോൾട്ടേജ് ലെവലിലുള്ള ഇലക്ട്രിസിറ്റീനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിഷൻ ലെവലിലേക്ക് ആക്കുന്നു. ട്രാൻസ്മിഷൻ ലെവൽ എന്ന് പറയുന്നത് 132, 220 or 400 kVയിലേക്കാണ്. അപ്പോൾ പ്രൈമറി ട്രാൻസിഷൻ ലെവൽ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? 400 kV. പിന്നെ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലാർജ് കൺസ്യൂമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് അതിനെയാണ് നമ്മൾ സബ് ട്രാൻസ്മിഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രൈമറി ട്രാൻസ്മിഷൻ ലെവൽ ആയതുകൊണ്ടാണ് നമ്മൾ 400 kV എടുത്തത്.
അപ്പൊ സബ് ട്രാൻസ്മിഷൻ ലെവലിൽ വോൾട്ടേജ് ഏകദേശം 66 kV ആയിരിക്കും. അതിനെ പിന്നെയും എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ എൻഡിലേക്ക് എത്തുന്നത്. അവിടെ 2 ടൈപ്പ് വരുന്നുണ്ട്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. അപ്പൊ അതിന്റെയൊക്കെ വോൾട്ടേജ് ലെവൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രൈമറി ട്രാൻസ്മിഷൻ വോൾട്ടേജ് ലെവൽ എത്രയാണെന്നാണ്. അപ്പൊ ഇവിടുത്തെ ഉള്ള ഓപ്ഷൻസിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 400 kV ആണ്. ഓക്കെ, the last question is transmission lines are transposed to. ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ അല്ലെ, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഇന്റർഫറൻസ് വിത്ത് നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോൺ ലൈനുമായിട്ടുള്ള ഇന്റർഫറൻസ് ഓഫ് പവർ ലൈൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോസിഷൻ ഓഫ് പവർ ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.